വ്യാജ വാർത്തകൾ തടയുന്നതിനും മാധ്യമ ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പുതിയ സംവിധാനം അവതരിപ്പിച്ച് UAE. വ്യാജ വാർത്തകളോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കമോ നൽകുന്ന മാധ്യമ സ്ഥാപനത്തിന് 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുമെന്ന് UAE മീഡിയ കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ 20 ലക്ഷം ദിർഹമാകും. കൂടാതെ മാധ്യമ സ്ഥാപനത്തിന് നൽകിയിരിക്കുന്ന ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. UAEയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം വ്യവസ്ഥകൾ ബാധകമാണ്. മാധ്യമമേഖലയെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് കൌൺസിൽ നിയന്ത്രണം ഘടിപ്പിച്ചത്. മാധ്യമ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിനായി ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉടൻ ആരംഭിക്കും. മാധ്യമ ഉള്ളടക്കത്തിന് 20 പുതിയ മാനദണ്ഡങ്ങളാണ് കൌൺസിൽ നിർദ്ദേശിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം തടയുക, ഉള്ളടക്കവും പരസ്യവും തമ്മിലുള്ള ആശയക്കുഴപ്പം ഇല്ലാതാക്കുക, പരസ്യ സന്ദേശങ്ങൾ വ്യക്തമായിരിക്കുക, ആരോഗ്യം പോലുള്ള മേഖലകളിലെ അനധികൃത ഉള്ളടക്കം തടയുക എന്നിവ പുതിയ നിയമത്തിൽ ഉൾപ്പെടും. മാധ്യമപ്രവർത്തകർ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം. എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും അവയെ വ്രണപ്പെടുത്താതിരിക്കുകയും ചെയ്യണം. രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ, ഔദ്യോഗിക ചിഹ്നങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയെ ബഹുമാനിക്കണം. വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കണം. UAEയുടെ വിദേശ ബന്ധങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കണം. ദേശീയ ഐക്യത്തിനും സാമൂഹിക ബന്ധങ്ങൾക്കും പ്രതികൂലമാകുന്നവ പ്രസിദ്ധീകരിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. അക്രമവും വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടു.